സോ ഹായ് ഗൈസ്, ഇപ്പോൾ നിങ്ങളൊരു ചാർജർ മേടിക്കാൻ ഉദ്ദേശിക്കുകയാണ് ഫോർ യുവർ സാംസങ് ഫോൺ, ഐഫോൺ, നത്തിങ് ഫോൺ ആൻഡ് ഗൂഗിൾ ഫോൺ. ഈ വീഡിയോ മുഴുവൻ കാണാം. ഇവിടെ ഞാൻ ഒരു ചാർജർ റെക്കമെൻഡ് ചെയ്യുക. ആ ചാർജർ നിങ്ങൾക്ക് എന്തായാലും മേടിക്കാം. 100% റെക്കമെൻഡഡ് ആണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴത്ത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. പക്ഷേ അത് പോയി മേടിക്കേണ്ട മുമ്പേ ആദ്യം ഈ വീഡിയോ മുഴുവൻ കാണുക. ഇതിൽ എന്തൊക്കെയുണ്ട് സ്പെസിഫിക്കേഷൻസ്, എത്ര ചാർജിങ് സ്പീഡ് ഉണ്ട്, ഇതിൽ ഒക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, പക്ഷേ അതിന് മുമ്പ് നിങ്ങൾ എൻ്റെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് യൂസ്ഫുൾ തോന്നുകയാണെങ്കിൽ മാത്രം ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഈ ചാർജറിൻ്റെ പേരാണ് ടെക്സർ ചാർജർ. അപ്പോൾ ഈ ടെക്സർ ചാർജർ 35 വോട്ടാണ് സപ്പോർട്ട് ചെയ്യുന്നത്. നമുക്ക് ഡ്യുവൽ പോർട്ട് കിട്ടുന്നുണ്ട്. ഒന്ന് ടൈപ്പ് സി കിട്ടുന്നുണ്ട്, ഒന്ന് ടൈപ്പ് എ കിട്ടുന്നുണ്ട്. പിന്നെ GAN ചാർജറാണ്. പിന്നെ PD ചാർജിങ് സപ്പോർട്ടഡ് ആണ്. PD ചാർജിങ് 3.0. ഓക്കെ, പിന്നെ നമുക്കിത് ലാപ്ടോപ്പിൻ്റെ കൂടെ ഒക്കെ ചാർജ് ചെയ്യാൻ പറ്റും. പിന്നെ ഐഫോണിൻ്റെ കൂടെ, സാംസങ്ങിൻ്റെ കൂടെ, നത്തിങ് ഫോണിൻ്റെ കൂടെ, ഗൂഗിൾ ഫോണിൻ്റെ കൂടെ ഒക്കെ ഇത് സപ്പോർട്ടഡ് ആണ്. ഇപ്പോൾ നിങ്ങൾ റിയൽമിയുടെ കൂടെ, OnePlusൻ്റെ കൂടെ ഒക്കെ ചാർജ് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഇത് അത്ര ഫാസ്റ്റ് ചാർജിങ് ചെയ്യില്ല. അത് വേറൊരു ടെക്നോളജിയാണ്. അതുകൊണ്ട് നമുക്ക് സാംസങ്, ഐഫോണ്, നത്തിങ് ഫോണ്, ഗൂഗിൾ ഫോണിലൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചാർജറാണത്. പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് അത്ര പേര് കേട്ട ചാർജർ അല്ലല്ലോ, പിന്നെ നമുക്ക് വിശ്വസിച്ച് മേടിക്കാൻ പറ്റുമെന്ന്. അപ്പോൾ അതും ഞാൻ നന്നായിട്ട് റിസർച്ച് ചെയ്തു. ഇതിൽ നമുക്ക് BIS സർട്ടിഫിക്കേഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ചാർജർ കൊണ്ട് നിങ്ങളുടെ ഫോണൊക്കെ ചാർജ് ചെയ്യാന്ന് വെച്ചാൽ നന്നായിട്ട് സേഫായിട്ട് നിങ്ങൾക്ക് ചാർജ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നിങ്ങളുടെ ഫോൺ കേടുവരുമെന്ന് പേടിക്കേണ്ട. പിന്നെ GAN ചാർജർ ആയതുകൊണ്ട് ചാർജറിൻ്റെ സൈസ് അത്ര വലുപ്പമില്ല. പിന്നെ നമുക്ക് ചാർജ് ചെയ്യുമ്പോൾ ചാർജർ ചൂടാവുന്നും പേടിക്കേണ്ട. മീൻസ് ചെറുതായിട്ടൊന്ന് വാമാവല്ലാതെ അത്ര ചൂടൊന്നും ആവില്ല ഈ ചാർജർ. അപ്പോൾ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. ഇതിൽ 2 വേരിയൻറ്റ്സ് കിട്ടുന്നുണ്ട്. ലൈക്ക് ഈ ചാർജർ മേടിക്കുമ്പോൾ ഞാൻ ഈ ചാർജർ മേടിച്ചത് 809 റുപ്പീസിനാണ്. ഇപ്പോൾ ഇതിൻ്റെ പ്രൈസ് നോക്കുകയാണെന്ന് വെച്ചാൽ 899 ആയിട്ട് ഇൻക്രീസ് ആയിട്ടുണ്ട്. 809 മേടിക്കുകയെന്ന് വെച്ചാൽ നല്ല ലാഭമാണ്. അപ്പോൾ ഇതിൽ 2 വേരിയൻറ്റ്സ് കിട്ടുന്നുണ്ട് പറഞ്ഞില്ലേ. അപ്പോൾ 899 കിട്ടുന്നത് വിത്തൗട്ട് കേബിളാണ്. വിത്ത് കേബിൾ നിങ്ങൾ മേടിക്കുകയെന്ന് വെച്ചാൽ 999 റുപ്പീസ് കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ഞാൻ പറയാമെന്ന് വെച്ചാൽ നിങ്ങളുടെ അടുത്ത് കേബിൾ ഉണ്ടെങ്കിൽ ഈ 999 റുപ്പീസ് ചിലവാക്കിയിട്ട് നിങ്ങൾക്ക് മേടിക്കേണ്ട ആവശ്യമില്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഐഫോണിൻ്റെ കൂടെ, സാംസങ്ങിൻ്റെ കൂടെ, നത്തിങ്ങിൻ്റെ കൂടെ ഒക്കെ നമുക്ക് കേബിൾ കിട്ടില്ല ബോക്സിൻ്റെ ഉള്ളിൽ. ആ കേബിൾ വെച്ചിട്ട് തന്നെ നിങ്ങൾ ചാർജ് ചെയ്യുമ്പോൾ നല്ല ഫാസ്റ്റ് ചാർജിങ് കിട്ടുന്നതാണ്. നമുക്ക് ചാർജിങ് സ്പീഡ് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ എൻ്റെ അടുത്ത് 3 സാംസങ്ങിൻ്റെ ഫോണുണ്ട്. സാംസങ് ഗാലക്സി F14, സാംസങ് ഗാലക്സി S21 FE ആൻഡ് സാംസങ് ഗാലക്സി S23. മൂന്നിലും നമുക്ക് 25 വോട്ടാണ് മാക്സിമം ചാർജിങ് സ്പീഡ് സപ്പോർട്ട് ചെയ്യണത്. അപ്പോൾ ഈ ചാർജർ ഞാൻ കണക്ട് ചെയ്തിട്ട് ചാർജ് ചെയ്യുമ്പോൾ ഈ 3 ഫോണിലും എനിക്ക് 22 to 23 വാട്ട്സാണ് മാക്സിമം കിട്ടിയിരുന്നത്. അപ്പോൾ മാക്സിമം 25 വരെയും പോകണില്ലെങ്കിലും നമുക്ക് 22 to 23 വാട്ട്സ് വരെയും പോകുന്നുണ്ട്. അതേ സമയത്ത് എൻ്റെ അടുത്ത് ഐഫോൺ ഉണ്ട്, ഐഫോൺ 12. അതിൽ മാക്സിമം 20 വാട്ട് ചാർജിങ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഇവിടെ എനിക്ക് 17 to 18 വാട്ട്സ് ആണ് കിട്ടുന്നത് ഐഫോണിൽ. അതേ സമയത്ത് നത്തിങ് ഫോണിൽ എൻ്റെ അടുത്ത് നത്തിങ് ഫോൺ 2A ഒന്നുമല്ല, എൻ്റെ അടുത്ത് CMF ഫോൺ 1 ആണുള്ളത്. അതിൽ മാക്സിമം 33 വാട്ടാണ് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നത്. ഇവിടെ നത്തിങ് മീൻസ് CMF ഫോണിൽ എനിക്ക് 28 to 29 വാട്ടാണ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നത്. അതിൻ്റെ മേലെ പോകുന്നില്ല. 29 to 30 വാട്ട്സാണ് ചാർജിങ് സ്പീഡ് എനിക്ക് കിട്ടുന്നത് അതിൽ. ഓക്കെ, അപ്പോൾ ഗൂഗിൾ ഫോൺ എൻ്റെ അടുത്തില്ല, അതുകൊണ്ട് എനിക്ക് അത് ടെസ്റ്റ് ചെയ്ത് പറയാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ചാർജിങ് സ്പീഡ് കിട്ടുന്നത്. അപ്പോൾ എന്തായാലും ഈ ചാർജർ ഞാൻ മേടിച്ചത് 809 റുപ്പീസിനാണ്. 809 റുപ്പീസിന് ഇത് വാല്യൂ ഫോർ മണിയാണെന്ന് പറയാം. ബിക്കോസ് 809 റുപ്പീസിന് നിങ്ങൾക്ക് ഒരു 33 വാട്ടിൻ്റെ PD ചാർജറാണ് കിട്ടുന്നത്. പിന്നെ 2 പോർട്ട് ഇട്ടുണ്ട്. പിന്നെ GAN ചാർജറാണ്. അപ്പോൾ ഇതൊക്കെ നോക്കുകയാണെന്ന് വെച്ചാൽ വാല്യൂ ഫോർ മണി ചാർജറാണ് എനിക്ക് പേഴ്സണലി തോന്നിയിരിക്കുന്നത്. പിന്നെ ഇത് 100% റെക്കമെൻഡഡ് ആണ്. ഇപ്പോൾ നിങ്ങളൊരു ചാർജർ മേടിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഈ ചാർജർ നിങ്ങൾക്ക് മേടിക്കാം. ഓക്കെ, പിന്നെ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്